ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളും ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു സൺഡേ ആണ്, ഒരു സൺഡേ വ്ളോഗാണ്, ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ളൊരു ദിവസമാണ്, കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ ദിവസത്തിന്. അപ്പോൾ ശനിയാഴ്ച ഇന്നലെ ആയിരുന്നു നമ്മളാളും കണ്ണനൊക്കെ മാല ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെയാണ് മാല ഇട്ടത്, ശനിയാഴ്ച ദിവസം. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ, അതവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ടടുത്ത ദിവസം ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ പണികളിലാണ്, ചായക്കുള്ള പരിപാടികളാണ്. അപ്പോൾ ഇന്ന് ഞാൻ പുട്ടും ചെറുപയറുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പുട്ടും അങ്ങോട്ട് ആക്കിയതാണ്. കുറച്ച് അധികം പണികളൊക്കെ ഉണ്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ വേറെ വല്ല പണിക്കൊക്കെ നിൽക്കുമ്പോൾ കുറച്ചധികം ടൈം വേണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പുട്ടാണ് അങ്ങോട്ട് ചുട്ട്, അപ്പോൾ അതിലേക്ക് ചെറുപയറുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ അവിടെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട്, അച്ഛനും അമ്മയും പിന്നെ ചേച്ചി, ഏട്ടനെ കില്ലോ അല്ലമോൻ എല്ലാവരും കൂടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്കെന്ന് പറയാൻ അറിയാലോ, എനിക്ക് അച്ഛനും അമ്മയും ആകെ ഒരു ചേച്ചിയും തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അവർ വരുന്നുണ്ട് എന്നുള്ളൊരു മനസ്സിൽ അപ്പോൾ നമ്മളങ്ങനെ പണികളൊക്കെ അങ്ങനെ വേഗം നോക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ കണ്ണനും ഷാജേട്ടനും മാല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാമീനെ കാണാനാണ് കേട്ടോ അവർ വരുന്നത്. അതാണ് ഇത്ര തിരക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് വന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചേച്ചിയും കില്ലുമാണ് ഇവരെ കൂടെ ഉള്ളത്. ഏട്ടനും അല്ലുമോനും പിന്നെ വരിക ചെയ്യുക. അല്ലുമോന് 10ാം ക്ലാസ് ആയതുകൊണ്ട് ട്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ഉച്ച സമയത്തേക്കൊക്കെയാണ് എത്തുക. അപ്പോൾ ഇനിയിപ്പോൾ അവരിങ്ങനെ വരാനുള്ള കാത്തിരിപ്പിലാണ്. അപ്പോൾ കണ്ണനും ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എന്താ വരാത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അമ്മമ്മ ഒക്കെ എല്ലാവരും അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര കാര്യമാണ് മക്കൾക്ക്. അപ്പോൾ അങ്ങനെ കുറേ നേരം നമ്മളങ്ങനെ കാത്തിരുന്നത്. അപ്പോഴേക്കും അമ്മച്ചനും അമ്മമ്മയും ചേച്ചിയും കില്ലൊക്കെ കൂടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലുമ്മ വന്നിട്ടില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യം അവർ നേരെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ചേച്ചീനെയും കൂട്ടിയിട്ടാണ് അവർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസമായ കാരണം ചേച്ചിക്ക് ലീവാണ്. അതുകൊണ്ട് പിന്നെ എല്ലാവരും ഞായറാഴ്ച തന്നെ ആക്കിയതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ട്, അച്ഛനും വന്നിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ അവർ സ്വാമീനെ കാണാനാണ് വരുന്നത് അറിയാം. പക്ഷേ എന്നാലും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവർ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ്, വീട്ടിലേക്ക് വേണ്ടുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പലചരക്ക്, പല വ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാതും മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം ഒന്നും മേടിക്കരുതെന്ന്. പക്ഷേ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങളിലേക്ക് ഇനി നോക്കണ്ടെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതുപോലെ വിളക്ക്, നമ്മളെന്താ പറയുക, എണ്ണ, തിരി, ചന്ദനത്തിരി, എള്ളെണ്ണ, പിന്നെ എന്താ പറയുക, കർപ്പൂരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഇങ്ങനെ ചെയ്യലുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഇത് ആദ്യത്തെ അനുഭവമാണ് എനിക്ക്, അതാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാതും പിന്നെ അവരതിനായിട്ട് കൊടുന്നിട്ട് അവരെന്നെ അതൊക്കെ എടുത്തിട്ട് ഓരോ പാത്രത്തിലൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട്. ഞാൻ പിന്നെ അടുക്കളയിൽ അങ്ങോട്ട് അപ്പുറത്ത് മാറിയിട്ട് വേറെ ചായ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെയാണ്. അപ്പോൾ പിന്നെ ചേച്ചിയും അമ്മ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് തന്നെ ഓരോരോ ഡപ്പകളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ഓരോന്നിൽ തന്നെ ഓരോ സാധനങ്ങൾ, എന്താ പറയുക, കടലകൾ, ചെറുപയർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓരോ പാത്രത്തിൽ അവർ തന്നെ എല്ലതും ഒതുക്കി വെച്ചിട്ടാണ്. പിന്നെ ബാക്കി വരുന്നതൊക്കെ ചിലതൊക്കെ വെയിലത്തിട്ട് ഒന്ന് ചൂടാക്കി വെക്കാനുള്ളതൊക്കെ അങ്ങനെ ചെയ്തിട്ടൊക്കെ പാത്രത്തിലൊക്കെ ആക്കി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ നമ്മുടെ ചുവന്നുള്ളി, വെളുത്തുള്ളി, കുറച്ച് അധികം പണികൾ വന്ന പാട് അവരാണ് ചെയ്യാൻ നിന്നത് കേട്ടോ. പിന്നെ കുറേ സമയത്തേക്ക് ബിസി തന്നെ ആയിരുന്നു. പിന്നെ അപ്പോൾ അമ്മയും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ നമുക്ക് പിന്നെ അത്ര ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ അവർ വന്ന് അവരങ്ങോട്ട് നിന്നോളും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ കഷ്ണം നുറുക്കലും അരിയലും എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കണ്ട് പോയി. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, പായസമൊക്കെ ഉണ്ട്. സേമിയ പായസമാണ് വെക്കുന്നത്. അപ്പോൾ അതമ്മ അങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, കാരമൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ എന്താ പറയുക, കുറച്ച് പഞ്ചസാരയൊക്കെ ഉരുക്കിയിട്ട് അങ്ങോട്ടൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളതല്ലേ വിചാരിച്ചു. പിന്നെ നമ്മൾ ചോറിലേക്ക് നമ്മൾ സദ്യ തന്നെയാണ്, എല്ലാ തരം ഫുഡും. അങ്ങനെ പുളിയിഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. പുളിയിഞ്ചിയും അങ്ങനെയുള്ള അവിയൽ, അച്ചാർ, അങ്ങനെയുള്ള ഇതെല്ലാം കൂടി അങ്ങനെ ഫുഡൊക്കെ ഉച്ചത്തേക്കുള്ളതൊക്കെ പെട്ടെന്ന് പിന്നെ അങ്ങനെ ശരിയായി. പിന്നെ ഉണക്കമുളക് വറുത്തത്,
ഉപ്പേരി, സോയാബീൻ റോസ്റ്റാക്കിയത്, കുരുമുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറുപ്പ് കളറിൽ ഇങ്ങനെ ഒരിച്ചത് ചേച്ചിയുടെ സ്പെഷ്യലാണ് കേട്ടോ. ചേച്ചി അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ഞാനത് ഉണ്ടാക്കുമ്പോൾ വേറൊരു കളറാണ് വരിക, പക്ഷേ ചേച്ചി അത് ഉണ്ടാക്കുമ്പോൾ വേറൊരു കറുപ്പ് കളറിൽ ഇങ്ങനെ വരും, നല്ല മസാലയൊക്കെ ചേർത്തിട്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചേച്ചി വീട്ടിൽ നിന്ന് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, മാങ്ങ അച്ചാർ ഉണ്ടായിരുന്നു, വലിയൊരു ഡപ്പ നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് ഏട്ടൻ വരുമ്പോൾ, ഏട്ടനും അല്ലുമോനും വന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഏട്ടനും അല്ലുമോനും കൂടി വരുമ്പോൾ ചേച്ചി അങ്ങനെ കുറച്ച് ഡപ്പകളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വലിയൊരു ബോട്ടിൽ മാങ്ങ അച്ചാറും കൂടി കൊടുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ ആണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അമ്മ വീട്ടിൽ, ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രാവശ്യം എൻ്റെ മേമ അവിടുന്ന് വീട്ടിൽ മാങ്ങ പൊട്ടിച്ച സമയത്ത് കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ചാക്കിൽ ഫുള്ളും കാലത്തേക്ക് മാങ്ങ കൊടുന്ന് ആ സമയത്ത് അമ്മ ഒരുപാട് അച്ചാർ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തന്നിരുന്നു ഇതേപോലത്തെ ബോട്ടിൽ 2 വലിയത് തന്നിരുന്നു. അതൊക്കെ പിന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ചേച്ചിയുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഫുഡല്ലേ ഫുള്ളും, കുറച്ചധികം സമയം ഇനിയിപ്പോൾ അതൊക്കെ തന്നെയല്ല. അപ്പോൾ അതുകൊണ്ട് അച്ചാർ ചേച്ചി അങ്ങനെ എൻ്റെ ഏട്ടനോട് പറഞ്ഞിട്ട് ഇപ്പോൾ കൂട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അത് വലിയ ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ അത് കണ്ടുവെക്കുമ്പോൾ കണ്ണനൊക്കെ നല്ല ഹാപ്പിയായി. കാരണം മാങ്ങച്ചാറാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. നമ്മൾ നാരങ്ങ അതുപോലെ വെളുത്തുള്ളി അങ്ങനെയുള്ള അച്ചാറിനെക്കാട്ടി അവർക്ക് കൂടുതൽ ഇഷ്ടം നമ്മുടെ മാങ്ങച്ചാറാണ്. എനിക്കും മാങ്ങയാണ് കേട്ടോ അച്ചാറിട്ടത് ഇഷ്ടം. അപ്പോൾ അത് ഒന്നിങ്ങനെ നോക്കുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് ഊറിയിട്ട് പൊട്ടിക്കാത്തതായിരുന്നു അടപ്പ. അപ്പോൾ അതെങ്ങനെ എണ്ണയ്ക്ക് ഊറിയിട്ട് നല്ലൊരു മണമാണ് കേട്ടോ അച്ചാറിൻ്റെ. മൂടി കൊണ്ട് തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ, വായിൽ കൊതിയാണെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നിത്ത് പറയേണ്ട അമ്മ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ആൾക്കും കണ്ണനൊക്കെ അച്ചാറൊക്കെ വിളമ്പി കൊടുത്തു. പിന്നെ അവരങ്ങനെ സ്വാമിമാരായതുകൊണ്ട് നമ്മൾ ആദ്യം അവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷമാണല്ലോ ബാക്കിയുള്ള എല്ലാവരും കഴിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ അവർ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളങ്ങനെ ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ കഴിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചത്തെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. പിന്നെ എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ കുറച്ചധികം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കൂടെ ചേച്ചിയും അമ്മ എല്ലാവരും കൂടിയിട്ട് കുറേ ചുവന്നുള്ളിയൊക്കെ ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൂടിയിട്ട് നമ്മൾ എന്താ പറയുക, നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ, നമ്മൾ സാധാരണ മീനിലേക്കാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ അതൊക്കെ എടുക്കാറെങ്കിൽ നമുക്ക് ഈ സോയാബീൻ അങ്ങനെ വേറെ മസാലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡപ്പ മുഴുവനും ഒരു പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ചുവന്നുള്ളി ആണെങ്കിൽ ഒരു ഡപ്പയിൽ ഫുള്ള് നന്നാക്കി വെച്ചു, വെളുത്തുള്ളി ആണെങ്കിൽ ഒരു ഡപ്പയിൽ ഫുള്ള് നന്നാക്കി വെച്ചു. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ പുളിയിഞ്ചി ഉണ്ടാക്കി. പിന്നെ വൈകുന്നേരത്തിനാണത് പഴക്കൊലയാണ് കേട്ടോ, വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പഴക്കൊലയാണ്. അതുപോലെ ഇതും വേറൊരു കൊലയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് പച്ചയാണ്, പിന്നെ ഒരു പഴുത്ത നേന്ത്രപ്പഴത്തിൻ്റെ കൊലയുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എടുത്തിട്ട് അങ്ങനെ വൈകുന്നേരത്തിന് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അമ്മ. അങ്ങനെ പുളിയിഞ്ചും പഴംപൊരി അങ്ങനെ ചായയൊക്കെ കുടിച്ചു. സമയമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പോയി, വൈകുന്നേരമൊക്കെ പെട്ടെന്നായ പോലെ തോന്നി. പിന്നെ വിളക്കൊക്കെ വെച്ച്, പിന്നെ ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം ഡ്യൂട്ടി ഉണ്ട്, ഹില്ലുവിനാണെങ്കിൽ കോളേജിൽ പോകണം, അമ്മയ്ക്ക് അച്ഛനാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആരും വീട്ടിൽ നിന്നില്ല. ഒരു 6:30 6:45 ആയപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് പോയി. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി മറ്റു പരിപാടികളിലേക്കൊക്കെ നമ്മളും പോവുകയാണ്.